ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ എണിച്ച് ഇന്നലെ ഉറങ്ങുമ്പോൾ കുറച്ച് വൈകിട്ട് ഇന്നലെ പൊന്നു ഷെബിയൊക്കെ വന്ന് മുമ്പിൽ വന്നൊരു കുണുക്കൻ കരഞ്ഞിട്ടേ കുണുക്കനെ കുണിക്ക് ഭയങ്കര വശമായിരുന്നു. അവരുടെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് വശിട്ടാണ്. അപ്പോൾ പറഞ്ഞേക്കിനോട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞേ എന്നെ അറിയണം എല്ലാവർക്കും അറിയാം. എനിക്ക് അവരടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. എനിക്ക് മാത്രമല്ല എൻ്റെ ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് നല്ല പൊന്നു ഗതികേട് കൊണ്ട് പിന്നെ അടുത്ത് പോകാതിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞേക്കാം. എൻ്റെ മക്കൾ എന്തൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ മക്കൾക്ക് കൂടെ വേണം. ഭയങ്കര അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. എനിക്കതൊരു കുട്ടിക്കാലത്ത് കുഞ്ഞിനെ ഒരു 5-6 വയസ്സുള്ളപ്പോൾ എൻ്റെ ചേച്ചി വന്ന് കൊണ്ടുപോകാൻ വേണ്ടി വന്നില്ല. ചേച്ചി തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ചേച്ചി ജസ്റ്റ് ഒന്ന് വീട്ടിലേക്ക് വന്നതാണ്. വീട്ടിൽ പോകുമ്പോൾ വലിയമ്മേടെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് വാശി. അപ്പോൾ അന്ന് എന്നോട് നാട്ടിലുണ്ട് കേട്ടോ. എനിക്ക് പറഞ്ഞേക്കാം എൻ്റെ നാട്ടിലുള്ള ടൈമാണ്. എനിക്ക് വേണമെങ്കിൽ പറഞ്ഞേക്കാം. അപ്പം അടുത്താണ് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉള്ളു ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ഈ വേണ്ട പോകണ്ട പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര വാശി. ഒരു 4-5 വയസ്സ് വാശി പിടിച്ചിട്ട് കയ്യൊക്കെ കാട്ടിച്ച് പൊട്ടിച്ചിട്ടൊക്കെയാണ് വലിയമ്മയുടെ കൂടെ പോയത്. അപ്പം എനിക്ക് ആരുടെ കൂടിയും എൻ്റെ പിള്ളേർ പറയും ഇനിയിപ്പോൾ നാളെ വീട്ടിൽ കുണിക്കുന്ന എന്താ കാര്യത്തിൽ പൊന്നിൻ്റെ അവിടേക്ക് പറഞ്ഞേക്കാൻ പിണക്കമുണ്ട്. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ. എനിക്ക് എൻ്റെ മക്കളെ എവിടേക്കും വിടാൻ ഇഷ്ടമില്ല. എത്ര വലുതായതിന് ശേഷമായാലും ഇവരെങ്ങനെയും പോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവരെ എങ്ങോട്ടും വിടാൻ ഇഷ്ടമില്ല. എന്തൊക്കെ ഉണ്ടെങ്കിലും പിന്നെ എന്തൊക്കെ കുറുമ്പാണിക്കാനും കുറുത്തേത് അടിക്കാനും ഇവരെൻ്റെ കൂടെ വേണം. എന്നാലും എനിക്ക് മനസ്സിലാവും. ഇവരെങ്ങനെയും പോയാൽ പിന്നെ ഭയങ്കര തൊഴിലുണ്ടോ കുഞ്ഞിനെ നോക്കാണ്ടല്ല. പക്ഷെ ഇവരെന്തെങ്കിലും അന്വേഷണം ഞാൻ ഇങ്ങനെ തരയണ പോലെ ഒന്നും എനിക്കറിയാം അവരെവിടേക്ക് എത്തണം. അവരുടെ കൈകൾ ഇങ്ങനെ എത്തുന്നത് നമുക്കറിയാം. അപ്പോൾ പൊന്നിന് പുണ്യുള്ള കാലം ഇപ്പോൾ അവരെ നോക്കി ഇരിക്കാൻ പറ്റുകയാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞു എനിക്ക് ടെൻഷനാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഭയങ്കര വാശി വെച്ചാൽ ഭയങ്കര വാശിയായിരുന്നു. പൊന്നിൻ്റെ കൂടെ വന്നിട്ട് കുണുക്കിനെ കൊണ്ട് ഞാൻ റൂമിലേക്ക് ഒളിച്ച് പതുങ്ങിയിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ നമുക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ വാടക വീട്ടിലേക്ക് പോകുമ്പോൾ കുഞ്ഞു കാര്യം അമ്മ കാര്യം ഉന്നോട് കാര്യം എന്ന് പറഞ്ഞിട്ടാണ് അവർ മാറിയിട്ടുള്ളത്. സത്യത്തിൽ അങ്ങനെ വെച്ചിട്ടൊന്നും മാറിയിരുന്നില്ല. പക്ഷേ ഇവിടെ പല പ്രാവശ്യം അങ്ങനത്തെ പല അനുഭവം ഉണ്ടായില്ല. അവർക്ക് എങ്ങനെയും അങ്ങനെ ഷൂട്ടിനായിട്ട് എന്തിനാ എറണാകുളമൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ ചിലപ്പോൾ കുണുക്കനെ കൊണ്ട് എങ്ങനെയും പോയ നേരത്താണ്. ഇപ്പോൾ നാളെ ഇവർ മലയാറ്റൂർ പോയി. കുഞ്ഞിനും പൊന്നും ഷേബിയും കാത്തു പോയിട്ടിട്ട് എന്താ വെച്ചാൽ ഒരു 100,000 പ്രാവശ്യം അവരെന്നെ വിളിച്ചു. പക്ഷേ ഇനി എല്ലാവരും പറഞ്ഞ് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ കുട്ടച്ചാത്തേനെ പോയിട്ട് ഞാൻ വരുന്നില്ല ഓഫ് റോഡൊക്കെ ഞാൻ അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. കയറാൻ 3 കിലോമീറ്ററോളം നടക്കാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കാൻ. ഞാൻ വരുന്നില്ല. പിന്നെ അച്ഛനും മക്കൾക്ക് എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയപ്പോൾ ഭയങ്കര ടെൻഷൻ. ഇനി ഒരു 10 അടി നടന്നപ്പോൾ ഞാൻ അങ്ങനെ എന്നോട് പറ്റില്ല. എനിക്ക് നെഞ്ചൊക്കെ വേദനിക്കുക. എനിക്ക് പറ്റില്ല. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുകയാണ്. ഇനി വന്നത് വേറെ ഒന്നല്ല. അങ്ങനെ പല പ്രാവശ്യം ഇവിടെ അനുഭവമുള്ള കേസാണ്. അപ്പോൾ മലയാറ്റൂർ പോകുമ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. കൂട്ടജാത്രേനെ പഠിച്ച് 10 അടി ഞാൻ അവിടെ നിന്നു. ഞാൻ എനിക്ക് പറ്റി. പക്ഷേ അതിൻ്റെ ആയിട്ട് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഇരുന്നോളാം, നിങ്ങൾ പോയി വരെ ഞാൻ അവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം. പിന്നെ എന്താ വെച്ചാൽ നമ്മളിവിടെ നിന്നാൽ ഇവർ 2 അടി അത് വരെ കാണില്ല. ഇവർ മഞ്ഞിൻ്റെ ഉള്ളിൽ വിടും. അങ്ങോട്ട് ഉണ്ടായി കാണില്ല. അപ്പോൾ 2 ടെൻഷൻ പല ഇങ്ങനത്തെ ആൾക്കാരാ വരുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എന്നിട്ടൊന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനും കുണിക്കും അവിടെ ഇരുന്നു. ബാക്കി എല്ലാവരും പോയി വരിക ചെയ്തിട്ടാണ്. ഞാൻ അങ്ങനത്തെ റിസ്ക്കുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഏറ്റെടുക്കുന്നത് വെച്ചാൽ എനിക്കറിയാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ നെഞ്ചത്ത് വേനോ എന്നൊക്കെ അറിയാം. ഇപ്പം നമ്മൾ പളനിമലനെ കയറുമ്പോൾ ഞാൻ എത്ര പ്രാവശ്യം ഓരോ സ്ഥലത്ത് ഇരുന്നിട്ടാണ് കയറുന്നത്. 1 മണിക്കൂറൊക്കെ പിടിക്കും ഞാൻ മുകളിൽ കയറി എത്താൻ. അപ്പോൾ മലയാറ്റൂർക്ക് പോകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. അപ്പം നമ്മുടെ കുഞ്ഞാറ്റ പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിട്ട് കയറിയാണ്. അപ്പം ഞാൻ കുഞ്ഞാറ്റ തടി വന്നിരുന്നിട്ട് കുഞ്ഞാറ്റയ്ക്ക് അത്ര ബുദ്ധിമുട്ടാണ്. ഈ തടി വെച്ചിട്ട് കാരണം എൻ്റെ അവസ്ഥ എന്തായിരിക്കും. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞായിരുന്നു ഞാൻ ഇല്ലാട്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ പോകണ നേരത്ത് വരണ ഞാൻ എങ്ങനെയാണ് മാറ്റിയെന്ന് പറയും. ഞങ്ങൾ എൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് അച്ഛമ്മനെ കാണാൻ പോകാണ്ട് ഇവിടെ നിന്ന് പോയി. എന്നിട്ട് നമുക്ക് അവിടുന്ന് അമ്മൂനെ കാണാൻ പോകാൻ അവിടേക്ക് കൊണ്ടുപോയിട്ട് ആ നേരം കൊണ്ട് അവരോട് ചോദിച്ചാൽ നിങ്ങൾ വേറെ പൊക്കോ. അങ്ങനെ ഇവർക്ക് എങ്ങനെയും പോകണമെങ്കിലും ഇവരെ വാശി ഞാൻ ഇവരെ കണ്ണുവെട്ടിച്ചിട്ട് വേണം പോകാട്ടോ. അത് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കാം, അല്ലാത്തവർക്ക് മനസ്സിലാക്കണമെന്നില്ല. അതൊരു കുറ്റം കുറവായിട്ട് കണ്ടെത്തുക തന്നെ പാകമുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ 2 മണിക്ക് ആണ് അതാണ് കുണുക്കൻ. ഈ കാല് കാണുന്നതാണ് കുണിക്കുമ്പോൾ ആര് കുണിക്കേ അമ്മ ചേച്ചിയുടെ എൻഗേജ്മെൻ്റ് അല്ലേ പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ എടുക്കാനോ. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാ ഞാൻ പറയാൻ വന്ന കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. ഇന്നലെ ഉറങ്ങുമ്പോൾ 7:30 എണിച്ചു. ഉറങ്ങുമ്പോഴേക്ക് തോന്നുന്നൊരു 1:30-2 മണിക്ക് അതിൻ്റെ അവർ പോയി പിടിച്ച് കിടന്ന് ഉറങ്ങുമ്പോഴൊക്കെ സമയം ഒത്തിരിയാണ്. കുറേ നാളുകളായിട്ട് ഉറക്കില്ല. അതാണ് ഏറെ പ്രശ്നം.
ഉറക്കമില്ലാണ്ടായാലും നമുക്ക് അസുഖം. പക്ഷെ ഉറങ്ങണം, നമ്മൾ ഇന്നെങ്കിലും നേരത്തെ കിടക്കണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷെ നമ്മുടെ കാര്യത്തിലാണ് നടക്കാറില്ല. ഇപ്പോൾ അങ്ങനെ ഫേഷ്യൽ ചെയ്യണം കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ ഡ്യൂട്ടിക്കായിട്ട് ഞാൻ പോട്ടെ. എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും എന്നുള്ളതിലാണ്. എനിക്ക് തോന്നുന്നു ദോശമാവുണ്ട്. അപ്പോൾ ഒരു തക്കാളി കറി ഉണ്ടെങ്കിൽ ദോശമാവും കൂടി അത് സെറ്റാവും. അങ്ങനെ ഓരോ പണികൾക്ക് പോവാം. നമുക്ക് പോയാലോ. അങ്ങനെ പിന്നെ നമ്മൾ അടുക്കളയ്ക്ക് പോകാനുള്ള പരിപാടിയിലാട്ടോ. രാവിലെ തന്നെ നമ്മൾ ഓരോന്ന് ഒതുക്കി വയ്ക്കാൻ, വഴിയിൽ കാണുന്നതൊക്കെ ഒതുക്കി അങ്ങോട്ട് മാറ്റി വെച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ച് അങ്ങനെ ക്യാമറ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ അഞ്ഞാട്ട് അതിൻ്റെ അടുപ്പത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തിരുമ്പാൻ പോയി നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ പരിപാടികളിലേക്ക് തുടങ്ങുകയാണ് ഓരോന്നോരോന്ന്. പക്ഷേ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ ഫുഡൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അടുക്കളയിൽ പൊന്നിൻ്റെ അവിടേക്ക് പോവുക, പിന്നെ എൻ്റെ അമ്മേൻ്റെ ഡോക്ടർ കാണിക്കാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൊന്നിൻ്റെ അവിടേക്ക് പോയി ഒരു ഉച്ച കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ വെച്ചിട്ട് രാവിലെ ഇറങ്ങി വെച്ചതാണ്. അപ്പോഴാണ് അമ്മയ്ക്ക് വൈകിയൊന്ന് ഡോക്ടർ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ പിറ്റേ ദിവസം അടുക്കളയിൽ കയറി ശേഷം അടുക്കളയുള്ളത് നീറ്റായിട്ട് തന്നെ കിടന്നിരുന്നു. എന്നാലും എന്തെങ്കിലും പാറ്റകളോ പ്രാണികളോ ഒക്കെ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് ഒക്കെ കഴുകി വൃത്തിയാക്കി അടുക്കള ക്ലീൻ ആക്കിയതിന് ശേഷമായിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇത് നമ്മുടെ 2 അടുക്കളയും സൂപ്പറായിട്ടാണ്. പക്ഷേ നമ്മുടെ 2 അടുക്കള കുഞ്ഞടക്കളയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഉച്ചത്തേക്ക് ചെറുപ്പയർ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ചെറുപ്പയറിനെ കഴുകാട്ടോ. എന്തായാലും പൊന്നും ഷെബിയൊക്കെ ഇന്ന് രാത്രിക്ക് വരുന്ന അറിയാമെന്ന് വെച്ചാൽ നാളെ എൻഗേജ്മെൻ്റ് ആണല്ലോ. എൻഗേജ്മെൻറ്റ് തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ എൻഗേജ്മെൻറ്റ് നാളെ അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. അങ്ങനെ പയറ് വേവിക്കാൻ വെച്ചപ്പോൾ ഞാൻ ഏട്ടൻ വന്നു. എന്നും ഞങ്ങളുടെ ഫംഗ്ഷൻ്റെ തലേദിവസം രാത്രി കേട്ടോ ഫേഷ്യലിടുക. പിന്നെ പിറ്റേ ദിവസം അന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് വെച്ചാൽ അന്നേട്ട് ഇങ്ങനെ ഫേഷ്യലിട്ട് പോയി ഉറങ്ങും. എൻ്റെ ഉറക്കം കാര്യങ്ങളൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഞാൻ നമുക്ക് രാവിലെ തന്നെ ഉണ്ണോളൊക്കെ ഉറങ്ങിയിട്ട് ഉണ്ണോളെ എണിച്ചതിൻ്റെ ശേഷമേ നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉണ്ണോളം ഉറങ്ങുന്ന കാരണം നമുക്ക് വേഗം ഫേഷ്യലിടാവുന്നുള്ളൂ. അങ്ങനെയായിട്ട് വന്നിട്ട് മടിയിൽ കിടന്നിട്ട് ഫേഷ്യലിടുന്നുണ്ട്. അതിനോട് ഞാൻ നാട്ടുവിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഓരോ പ്ലാനിങ് ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് ചോറ് വെച്ച് കൂട്ടാൻ നമുക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, ഇത് മേടിക്കണം അത് മേടിക്കണം. അങ്ങനെ എൻ്റെ ഫേഷ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്ത് ഞാനാട്ടോ ഫേഷ്യൽ ചെയ്യുന്നത്. ഫേഷ്യൽ എനിക്ക് പിന്നെ ആരും ചെയ്താലേ തന്നെ ഞാൻ എന്നെ തന്നെ ഒക്കെ ചെയ്യും കേട്ടോ. ഒരു വിധത്തിലൊക്കെ ഞാൻ തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ എനിക്ക് പാർലറിൽ പോയി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തൃപ്തി വരാറ് ഞാൻ ചെയ്യുമ്പോൾ കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ 225 250 ഒരു പാക്കാണ് കേട്ടോ മേടിച്ചത് ഫേഷ്യലിലെ. പക്ഷേ അത് ഞങ്ങൾക്ക് അനിയേട്ടനും എനിക്കും കുഞ്ഞിനൊക്കെ ഇടാണ്ടായിരുന്നു. ഇനിയും അതിൽ ബാക്കിയുണ്ട് കേട്ടോ. കാരണം ഫേസൊക്കെ പക്ക ക്ലിയർ ആയിട്ട് നമ്മൾ ക്രീമൊക്കെ ഇട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുത്തതിന് യാതൊരു വിഷയമില്ല കേട്ടോ. അങ്ങനെ എൻ്റെ ഫേസൊക്കെ കറക്റ്റായിട്ടാണ്. അങ്ങനെ നമ്മുടെ ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഫേസൊക്കെ നല്ല സത്യം പറഞ്ഞാൽ 250 രൂപയ്ക്ക് അനിയായിട്ട് ഫേഷ്യൽ ചെയ്ത് ഞാൻ ഫേഷ്യൽ ചെയ്ത് കുഞ്ഞിൻ്റെ ഫേഷ്യൽ ചെയ്യാൻ പറ്റും. ഇന്നൊരു ക്രീം ബാക്കി കേട്ടോ. 250 രൂപയിൽ നമുക്ക് കുഴപ്പമില്ലാത്തൊരു ഫേഷ്യലൊക്കെ വീട്ടിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒരു ജസ്റ്റ് ഒരു കല്യാണം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഫേസിലൊന്നും മാറ്റം കണ്ട. ഇപ്പോൾ രാവിലത്തെ ഫേസും ഇതൊക്കെ തമ്മിൽ കണ്ട. അപ്പോൾ ഞാനൊരു ക്രീമോ കാര്യങ്ങളോ ഒന്നും തേച്ചിട്ടില്ല കേട്ടോ. ഫേഷ്യൽ ചെയ്തിട്ട് ഫേസ് നോക്കിയിട്ടാ എൻ്റെ ഫേസ് ഞാൻ കാണിച്ചേരാട്ട പൈസ ഒന്നെനിക്കും ഇതിന്റെ മേലെന്താ വ്യത്യാസം അതിന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ഇപ്പുറത്തേക്ക് നോക്കിയാ എന്താ കുഴപ്പങ്ങൾ വന്നോട്ടെ നമുക്ക് ആഗ്രഹിക്കാലോ. നിറം ഇത് മതി, ഈ നിറം മതി അണ്ടാ കുഴപ്പമില്ല മതി ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നെയാണോ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും മതി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ആ ഫേഷ്യലിന് നമ്മൾ അതിനുള്ള റേറ്റൊക്കെ കൊടുത്തിട്ടുള്ളൂ. അതിന് നമുക്ക് ശരിക്കും ഒരാൾക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ ഇന്ന്. പക്ഷേ ഞാനിത് 3-4 വട്ടം ചെയ്യാനൊക്കെ യൂസ് ചെയ്തിട്ട് എന്താ വെച്ചാൽ നമ്മൾ കുറേ ക്രീം എടുത്തിട്ട് മുഖത്ത് വെച്ച് തേമ്പണേരല്ല കാര്യം. കുറച്ച് ക്രീമായിരുന്നു നമ്മൾ ചെയ്യുന്ന കാര്യം. നമ്മൾ ക്രീം എടുത്ത് നമ്മൾ ഫേസിലിട്ട് ഒരു 10 മിനിറ്റിങ്ങനെ ഒരു ക്രീം നല്ലോണം മസാജ് ചെയ്ത് പിടിപ്പിച്ചാണ് അതിനുള്ള മാറ്റം നമ്മുടെ ഫേസിന് എന്തായാലും കാണും. ഇനി അടുത്ത് നമ്മുടെ കുഞ്ഞിനെ ഫേഷ്യൽ ചെയ്യാണ്ട്. അപ്പോഴേക്കും എനിക്ക് കുറച്ച് പണികളുണ്ട്. എൻ്റെ ഏട്ടയുടെ കോഴിമുട്ട വേവിച്ചതിന് പാൽ വെച്ചിട്ട് ദോശ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള പണി. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫേഷ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ണോട് എണിച്ചിട്ടില്ല. ഉണ്ണോട് എണിച്ചിട്ടോ കുണുക്കിനെ എണിച്ച് പല്ലേക്കാൻ കൊണ്ടിട്ട് ആ നേരം കൊണ്ട് ഞാൻ പറഞ്ഞു തക്കാളി കറി ഉണ്ടാക്കാണ്ട് 3 സവാള തൊലി കളഞ്ഞ് നന്നാക്കി വെച്ചു. കറിക്കുള്ള ചട്ടി മൺചട്ടി അപ്പുറത്തടുപ്പത്തും ദോശ ഉണ്ടാക്കാനുള്ള ചട്ടി ഇപ്പുറത്തും വെച്ചുട്ടോ. അങ്ങനെ ഒരു കൈ കൊണ്ട്
നമ്മൾ തക്കാളിയൊക്കെ അരിയുണ്ട്, അത് ചൂടാണ് നേരം കൊണ്ട് ഇട്ടാൽ പെട്ടെന്ന് ആട്ടെ. സത്യം പറഞ്ഞാൽ ഇതിൽ കാണുന്ന സ്പീഡ് പോലെ തന്നെയാണ് ഇട്ട കാര്യം. ഇപ്പോഴത്തെ ദോശ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഒക്കെ പെട്ടെന്ന് എന്താ വെച്ചാൽ ദോശ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിടിച്ചതിന് ശേഷം വേണം ഉച്ചത്തെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി പിള്ളേരെ കുളിപ്പിച്ച് പിള്ളേരെ കാര്യങ്ങൾ കഴിഞ്ഞ് നമുക്ക് കുന്നോളം പോകാണ്ടിട്ടാം. അപ്പോൾ ഈ പൊന്നു അവരൊക്കെ വരാമെന്ന് ഷെയ്ബിയൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാത്തും ഒക്കെ കാലത്തോടെ ഓടിയാണ് ശബ്ദമായിട്ട് കേട്ടത്. അങ്ങനെ നമ്മളിത് തക്കാളിക്കറിയും ദോശയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ സത്യമാണ് തക്കാളിക്കറി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ തക്കാളി കറി. കാർത്ത ഉറക്കത്തിൽ കാത്ത ശബ്ദം ഉണ്ടാക്കണം കേട്ടോ. ഇല്ല ഓ മാമ കൈയെടുക്കടാ മാമ. ഞാൻ എൻ്റെ ഇടയിൽ കാർത്തൂന് ഒന്ന് ഉറക്കാൻ പോയിട്ട് മാമനും മോളും അടുത്തടുത്താണ് കിടക്കുന്നത്. അതാണ് പ്രശ്നം. ഈ തക്കാളിക്കറി ആരും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. പെട്ടെന്ന് കടുക് ഇട്ട് മുളകും കറിവേപ്പിലിട്ടു ആ സബോള ഇട്ടൊരു മുക്ക വാടി വരുമ്പോൾ മഞ്ഞപ്പൊടി മുളകും പൊടി ഇട്ട് കൊടുക്കുക. വാടി ഒന്ന് തക്കാളി ഇട്ട് നന്നായി ഉടച്ചു കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ദോശയ്ക്കുള്ള തക്കാളിക്കറി റെഡി ആയിട്ട്. അത് ആരെയും ഉണ്ടാക്കാത്തതുകൊണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ദോശയ്ക്കായാലും ഇഡ്ലിക്കായാലും ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർക്ക് കന കുറഞ്ഞത്, കുറച്ച് ആൾക്കാർക്ക് കട്ടി ദോശ. എനിക്ക് ഈ തക്കാളിക്കറിയുടെ കൂടെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടം നല്ല കട്ടിയുള്ള ദോശ, നല്ല കറിയിൽ ഇങ്ങനെ മുക്കി കഴിക്കാൻ ഇഷ്ടമാണ്. കുണിക്കും അങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് കുണിക്ക് ഞാൻ കട്ടി ദോശ ഉണ്ടാക്കുന്നുണ്ട്. അച്ഛനും കുഞ്ഞനും കുണുക്കനും കന കുറഞ്ഞ ദോശ കേട്ടോ. ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ചോദിക്കും എങ്ങനെ വേണ്ട എന്താ വേണ്ടതുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കന കുറഞ്ഞ ദോശ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർക്ക് കന കുറഞ്ഞ ദോശ ഇടാം. പിന്നെ നമ്മൾ നെയ്യ് കേട്ടോ ദോശയിൽ ഒഴിക്കണത്. അങ്ങനെ നെയ്യ് ഒഴിച്ച് ദോശയൊക്കെ ഉണ്ടാക്കി. സത്യം പറഞ്ഞാൽ എത്ര പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ അത്രയും പെട്ടെന്ന് ചെയ്യുക കേട്ടോ. സ്പീഡിലാണ് കാര്യങ്ങൾ ചെയ്യണത്. എന്താണ് അവ കാത്തിടയ്ക്ക് മാമ അതിൻ്റെ മുഖത്തട കൈ എടുക്കണം ഡാ മാമ അതിന് മുഖത്ത് കൈ വെച്ചെടുക്കുന്ന തുടങ്ങണം. അങ്ങനെ നമ്മൾ ദോശ ഉണ്ടാക്കലൊക്കെ ഏകദേശം വരാറായിട്ടാണ്. ഒരുപാടൊന്നും ഉണ്ടാക്കില്ല. എന്താ വെച്ചാൽ കുഞ്ഞിന് 2 കുണുക്കിന് 2 കുണുക്കിക്ക് 2 എനിക്ക് 2 അന്യാടിനൊരു 3 അങ്ങനത്തെ ഒരു കണക്കിലാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത്. അത്രേൻ്റെ ചിലവാണ്. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി അവിടെ ക്ലീനാക്കി ഭക്ഷണമൊക്കെ കഴിച്ച് വന്നു കേട്ടോ. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉച്ചത്തെ പരിപാടി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ നാളികേരത്തിൻ്റെ പൊടിയൊക്കെ അവിടെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ച് കളഞ്ഞ് നാളികേരം ഉടച്ച് ഞാൻ ചെരുകാൻ വേണ്ടി നിൽക്കുമ്പോഴാട്ടോ എന്നേട്ടൻ പറഞ്ഞു ഞാൻ ചെരുകൊണ്ട് നീ ചെരുകണ്ടാന്നിട്ടാ. വേറെ ഒന്നുമില്ലാട്ടോ എൻ്റെ ബ്രസ്റ്റമത്ത് ഇത് മാറിയിട്ടില്ലല്ലോ, അതിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്നേട്ടൻ പറഞ്ഞു നീ ചെരുകണ്ട ഞാൻ ചെരുകയാണ്. അങ്ങനെ എന്നേട്ടൻ എന്നോട് ചോദിച്ചു ഒരു മുറി മതിയാവും, ഒരു നാളികേരം മതിയാവും ചോദിച്ചപ്പോൾ ഞാൻ കേട്ടത് ഒരു മുറി മതിയാവുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ആ ഒരു മുറി ഫുള്ള് എടുത്തു പറഞ്ഞു. ഞാൻ മുറിയിൽ നിന്ന് ഒന്ന് ഫുള്ള് എടുത്താണ്. അപ്പോൾ അതിനായിട്ട് പാവം അവർ ഫുള്ള് നാളികേരമൊക്കെ ചെരുക്കിയിട്ടാണ്. പിന്നെ അതിനായിട്ട് ചെമ്മീൻ നന്നാക്കി വെച്ചെന്നുണ്ടായിരുന്നു അയിലും. അപ്പോൾ അയിലിൽ മസാല പറ്റി വെച്ചു. ആ മസാല ഈ ചട്ടിയിൽ പറ്റി അതിലേക്ക് ചെമ്മീൻ ഇട്ടു വെള്ളം ഒഴിച്ചു കേട്ടോ. അതാണ് പിന്നെ ആ ചുവന്ന കളർ മുളക് വെള്ളത്തിൻ്റെ കളർ. പിന്നെ അതിലേക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും ചുവന്നുള്ളിയും ഇട്ടു. ഇത് നാളികേരത്തിലേക്കും ഒരു തക്കാളി ഇട്ടു, മുളകും പൊടി ഇട്ടു, നാളികേരം ഇട്ടിട്ട് നന്നായി അരച്ച് കൊണ്ട് ഒഴിച്ചിട്ട് കേട്ടോ. ഒന്ന് തട്ടി കൊടുത്തതിൻ്റെ കുണുക്കൻ്റെ കൈയുണ്ട് അതൊന്ന് മാറ്റി. സങ്കടം തോന്നുന്നുണ്ട് അമ്മ പോയി എൻ്റെ കാത്തുൻ്റെ അമ്മ പോയി എൻ്റെ സങ്കടം തോന്നുന്നു. തേങ്ങി എടുക്കുന്നുണ്ട് കാർത്തു. അങ്ങനെ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഉച്ചത്തേക്കുള്ള ചെറുപയറുപ്പേരി മീൻ കൂട്ടാൻ്റെ കലക്കിയിട്ട് ഞാൻ അപ്പുറത്തടുപ്പ് കൊണ്ടുവച്ചു. അതിൽ വറക്കാട്ടു. ഇവിടെ ചെറുപയറുപ്പേരി മുളകായിട്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ കേട്ടോ. എല്ലായിടത്തും 2 അടുപ്പുള്ളതിന് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ച് നമുക്ക് അതിനെ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ടാണ്. എന്താ വെച്ചാൽ എൻഗേജ്മെൻറ്റ് തലേദിവസം പല്ലൊക്കെ അറിയില്ല. ഞങ്ങൾ മുൻകൂട്ടി ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. അപ്പോൾ ഒക്കെ ലാസ്റ്റത്തേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുൻകൂട്ടി ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഒന്നിനും നമുക്ക് നേരം കിട്ടിയില്ല. ഒക്കെ ലാസ്റ്റത്തേക്കായി. അങ്ങനെ അതിൽ കുറച്ച് കുത്തിമുളകൊക്കെ ഇട്ടു, ഒന്ന് ഇളക്കി കൊടുത്തു, മുളകും പൊടി ഇട്ടു, കുറച്ച് ആ മൂത്തിനോട് കൂടിയിട്ട് ഞാൻ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചെറുപയറുപ്പേരി വേറെ എങ്ങനെ ഉണ്ടാക്കിയാലും എനിക്കത് ഇഷ്ടമല്ല. എനിക്കതിന് മുളക് പൊടിയുടെയും കുത്തിമുളകിൻ്റെയും ചുവന്നുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ സ്മെല്ല് വരുമ്പോഴാണ് ഉപ്പേരിയുടെ ഒരു ടേസ്റ്റ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഉപ്പേരി വെച്ചപ്പോൾ കൂടിപ്പോയിട്ടാ. അപ്പോൾ ഞാൻ ചോദിച്ചു ബാക്കി വരും ഫ്രിഡ്ജിൽ വെക്കണം എന്തെങ്കിലും ഇങ്ങനെ ചിന്തിച്ചു. പക്ഷേ ഇന്ന് രാവിലെ ഉപ്പേരി പാത്രം ഞാൻ കഴുകി വയ്ക്കാൻ പോയപ്പോൾ ഞാനും എൻ്റെ ഏട്ടനും കുണുക്കി കഴിച്ചതിന് ശേഷം കുഞ്ഞിനും ഷേബി കഴിച്ചിട്ട്. പക്ഷേ രാവിലെ ഉപ്പേരി പാത്രം ക്ലിയർ ആയിട്ട് കഴുകാൻ ഞാൻ തൊട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ മീൻകറി ഏകദേശം തിളച്ച് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ വീട്ടിലെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഞാനും അഞ്ചേട്ടനും കുണുക്കനും കൂടിയിട്ട് പുറത്തേക്ക് പോയിട്ട്. അപ്പോൾ കുഞ്ഞുണ്ട്, പൊന്നു ഷേപ്പ് ഇപ്പം അവിടെ വരും കേട്ടോ. അപ്പോൾ പൊന്നു അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. കണ്ടോ അവിടെ ഒരു ചുമപ്പ് നിറം ഉണ്ടോ, എണ്ണ പൊട്ടിയരിച്ചത്. അപ്പോൾ എന്നിട്ട് അവിടെ നല്ല ചുമപ്പുണ്ടോ അവിടെ ഈ സൈഡ് ഇപ്പോൾ ഉണ്ടല്ലേ? പോവാ ഉറങ്ങുക അമ്മ. അപ്പോൾ ഞങ്ങൾ പോട്ടെ. എന്താടാ അപ്പോൾ ഞങ്ങൾ പോണത് വേറെ ഒന്നുമല്ല, മാക്സി തുണി എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം, അത് അടിക്കാൻ കൊടുക്കണം. പിന്നെ കൊറിയർ ഒന്നുണ്ട്, കൊറിയർ കൊടുക്കണം. കൊറിയർ കൊടുക്കില്ല, കൊറിയർ എടുക്കണം. അവിടെ ഒന്ന് കിടക്കണ്ട, മേടിക്കണം. ചേട്ടന്മാരുടെ അടുത്ത് കളിക്കാൻ രാത്രി ആകുമ്പോൾ പൂപ്പ് വെയിലല്ലേ, ചേട്ടന്മാർ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിക്കോ. പിന്നെന്താ ഡ്രസ്സ് അടിച്ചത് മേടിക്കാണ്ട് കുറേ കാര്യങ്ങളുണ്ട് കേട്ടാ. പെരുമ്പലാവ് പോയിട്ട് ശൈലേശ്വരം അടക്കി പോലെ ഞാനത് പിന്നെ ഇങ്ങനെ മടങ്ങിയിരിക്കണ എണ്ണം എന്താണ്ട് തിങ്കളാഴ്ച അടിച്ചാലും മതി. പിന്നെ കുറേ സാധനമൊന്നുമല്ല, വാക്സ് ചെയ്യണ ഷീറ്റ് മേടിച്ചു. പിന്നെന്താ അടിച്ച് ഞാൻ ഷേവിങ്ങിന് കിട്ടിയിട്ടില്ല, ബ്ലേഡ് ചെയ്താൽ മതിയാ. അപ്പോൾ പിന്നെ എന്താ ഓർണമെൻറ്റ്സ്, ഞങ്ങളുടെ ഷോപ്പിൽ നിന്നുള്ള ഓർണമെൻറ്റ്സ് ഞങ്ങൾ തന്നെ പോയിട്ട് എടുത്തു കൊടുന്നു. എന്നിട്ടിപ്പോൾ നല്ല ചൂട് ക്ഷീണമൊക്കെ, അപ്പോൾ ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാമെന്ന് നിർത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല ചോന്നല്ലെന്നാ നല്ലോണം പാടുണ്ടോ നോക്കുന്ന അപ്പോൾ എന്താ പറയുന്ന കരിമ്പ് ജ്യൂസ് കുടിക്കാൻ ഞങ്ങൾ സ്ഥിരം കരിമ്പ് ജ്യൂസ് കുടിക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താ പറയുന്നത്? അതായത് നമ്മുടെ കക്കാടക്ക് തിരിയില്ലേ, ചീറ്റി ദേവസ്ഥ കക്കാടക്ക് തിരിഞ്ഞ് 10 അടി എത്തുമ്പോൾ നമ്മുടെ അവിടെ നിന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലൊരു കരിമ്പ് ജ്യൂസ് അടിക്കുന്ന ഒരു ആളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കരിമ്പ് ജ്യൂസ് സ്ഥിരം കുടിക്കാറുണ്ട്. ഇപ്പൊ പറ്റായി അവിടെ. അല്ല എത്ര ആഴ്ച, 5-6 ആഴ്ച കുടിച്ചല്ലോ. ഷുഗറിന്റെ കാര്യമൊന്നും അറിയില്ല. എന്തൊരു കാര്യം പറയാവുന്ന കാര്യം മറന്നോട്ടെ. ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു. അതെ, നിങ്ങൾ പറയണോ നിങ്ങളുടെ ചാവക്കാട് പോയതാണ്, അവരെങ്ങോട്ടോ പോയി വന്നപ്പോൾ അവരെ വിളിച്ചു വെച്ചപ്പോൾ ഞാൻ ചാവക്കാടായിരുന്നു പറഞ്ഞു. അങ്ങനെയാണ് പോയി. മോള് പറയണ ഉണ്ണിയോടെ കരയുണ്ടാന്ന് വെച്ചിട്ട് ഫസ്റ്റ് പോയത്. എൻ്റെ സഹോദരി പറയണതിൻ്റെ അർത്ഥം മനസ്സിലാക്കൂ. അല്ലെങ്കിൽ ഇന്നലെ ഇട്ട വീഡിയോ ഇന്നിട്ട് രാവിലെ ഇട്ട വീഡിയോ ഫുള്ള് കണ്ടിട്ട് കാര്യങ്ങൾ സംസാരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എന്താ, അതായത് ഞങ്ങളിവിടെ ഉണ്ടോ എവിടെ അമ്മാന്ന് ചോദിച്ചു വിളിച്ചപ്പോൾ ഞങ്ങൾ ചാവക്കാടാണ്. പിന്നെ പൊന്നു പറഞ്ഞു ഉണ്ണോട് കരയാൻ നിൽക്കും. ഇപ്പം ഞാൻ അത് പറഞ്ഞല്ലോ അവിടെ. അപ്പം ഉണ്ണോട് വരുന്നേക്കാളും മുന്നേ അതുകൊണ്ടാണ് അവർ പോയത്. അവരെ കരയുന്നത്. ഇന്നലെ ഇപ്പം അവർ പോയേന് എന്തായിരുന്നു വീട്ടിൽ നിലവിളി വെച്ചിട്ടാണ്. ഇന്നലെ രാത്രി അവർ വന്ന് പോണേന് ഇവിടെ നിലവിളിച്ച് കൂക്കി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണണ്ടല്ലോ വെച്ചിട്ട് അവർ പോയത്. അല്ലാണ്ട് ഞങ്ങൾ അവള് നോണ പറഞ്ഞു, ഞങ്ങൾ വേറെ ഒന്നും പറഞ്ഞതല്ല, പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി. ഞങ്ങൾ അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അപ്പം പിന്നെ ഉണ്ണോട് വരുന്നേക്കാളും മുന്നേ പോവാന്ന് പറഞ്ഞു. അപ്പം ഞാനത് വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്താ വെച്ചാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇവരെങ്ങോട്ടേലും പോകാണെങ്കിൽ ഞങ്ങൾ വരെ മറിച്ചും തിരിച്ചും പിടിച്ചിട്ട് തന്നെയാണ് അവർക്ക് എങ്ങനെ പോകാൻ പറ്റാറുള്ളത്. എന്താ വെച്ചാൽ ഭയങ്കര വാശിയാണ്. എന്നിട്ട് വിളിക്കേ ആ മുടിയും ഒക്കെ ആവും. ആ മുടി മാറ്റിയിട്ട് കഴിക്കേ, അത് ഐസ് പോലെ ആയിട്ട് കഴിച്ച പോലെ. കണ്ണിന് കുറവൊന്നുമില്ല, ഇത് തുറന്ന് നിറച്ച് പണ്ട. അപ്പൊ അങ്ങനെ നമ്മൾ കാര്യങ്ങൾ അറിയാണ്ട് പറയരുത്, കാര്യങ്ങൾ അറിഞ്ഞിട്ട് പറഞ്ഞോളൂ കേട്ടോ. എന്തൊക്കെ ആൾക്കാരെ ഞാൻ തല്ലുണ്ടാക്കാറുണ്ട്. അല്ലാണ്ട് ഇപ്പൊ എന്തെന്ന് ഇതിനൊക്കെ പറയാ. പിന്നെ ഞാൻ പറയട്ടെ, ഏത് വീട്ടിലെ അച്ഛനും അമ്മയും മക്കളും തല്ലിടാത്ത വീട് ഏതാണുള്ളത് പറ? എവിടെയാണ് പിണക്കില്ലാത്ത? പിണങ്ങും നമ്മൾ 2 ദിവസം പോകുന്നത്. ഇപ്പം പൊന്നു കല്യാണം കഴിഞ്ഞേക്കാളും മുന്നേ എന്നോട് തല്ലുണ്ടാക്കാണ്ട് പിണങ്ങാണ്ട് ഞാൻ പറയാറുണ്ട്. പൊന്നു തല്ലുണ്ടാക്കിയാലും കുഞ്ഞും തല്ലുണ്ടാക്കി പിണങ്ങിയിരിക്കണം. അപ്പോൾ ഒന്നും കുഴപ്പമില്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് ഉണ്ടാക്കണതാണ് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് എടുക്കുന്നത്. അത് അവരെന്തെങ്കിലും ചെയ്താൽ നമുക്ക് പെട്ടെന്ന് വിഷമം, നമ്മളെന്തെങ്കിലും ചെയ്താൽ അവർക്ക് വിഷമം, അത്രേ ഉള്ളൂ. അതൊരു പിണക്കം. 2 ദിവസം ഇപ്പോൾ പിണങ്ങും മോന്തായിട്ട് പിടിച്ചു സ്വാഭാവികം. ഇപ്പം ഞാൻ ചേട്ടനോട് തല്ലുണ്ടാക്കുന്നുണ്ട്. മോന്താൻ 25 വർഷമായിട്ട് ഞങ്ങൾ തല്ലുണ്ടാക്കി പിണങ്ങിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. അത് വീട്ടിൽ പിണക്കിണക്കെന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. അതെന്താ വെച്ചാൽ നമ്മൾ സ്നേഹിക്കുന്നിടത്താണ് അടിയും പിണക്കൊക്കെ ഉണ്ടാവുള്ളൂ. അതില്ലാത്തോട്ട് അത് ഉണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിലാണെന്നോ ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിലാണ്, അത്രേ ഉള്ളൂ. നമ്മൾ സ്വാർത്ഥരാവണത് എങ്ങനെയാണ്? സ്നേഹത്തിന് മുന്നിലാണ് നമ്മൾ സ്വാർത്ഥരാകുമ്പോൾ അല്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ. അതൊന്നും നിങ്ങൾ ഇത്തിരി കാര്യമൊക്കെ ഉണ്ടോ? നെഗറ്റീവ് പറയുന്നവരോടാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ എന്തായാലും കരിമ്പ് ജ്യൂസ് വരുന്നുണ്ട് തോന്നുന്നുണ്ട് അല്ലേ? എൻ്റെ ഡ്രസ്സ് ഉണ്ടാക്കല അത് വേണ്ട കേട്ടാ. കരിമ്പ് ജ്യൂസ് എത്തിയെന്നുണ്ട്.
പിണങ്ങിയിട്ടാ കുണുക്കൻ പിണക്കണ്ട. ഇത്രയുള്ള അമ്മ അച്ഛനും മക്കളൊക്കെ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. കുണുക്ക വേണ്ട, കുണുക്ക വേണ്ട വേണ്ടേന്ന് ചേട്ടൻ ചെറുക്കുന്നു. കൊടുത്തോ കുടിച്ചില്ലെങ്കിൽ ചേട്ടന് വിഷമാവും. കുടിക്കാലോ ചേട്ടന് വിഷമാവും. വേണ്ട മോനെ, അമ്മ വിട്ട് കുടിച്ച അമ്മ അച്ഛൻ്റെ പങ്കില്ല, മോൻ്റെ മാത്രം വാങ്ങണം. അങ്ങേട്ടാ നിങ്ങൾ എൻ്റെ മോനെ കുറെ നാളെ വിഷമിപ്പിക്കണു. നിങ്ങൾ രണ്ടാളും നല്ല സെറ്റായിട്ട് പമ്പൾക്കം പൊളിച്ചു വന്നിട്ട് നിങ്ങളിവിടെ സുഖമായിട്ട് ഇരിക്കായിരുന്നു. ഈ എവിടേക്ക് പോകണ്ട, നമ്മൾ അഞ്ചേരിമോടേക്ക് പോകണേട്ടാ. അവൻ ജ്യൂസ് കുടിച്ചില്ലെങ്കിൽ എവിടേക്ക് പോവില്ല. ഇതാണ് അച്ഛനും മക്കളുള്ള അടിയും പിണക്കൊക്കെ. അതൊക്കെ സ്വാഭാവികമാണ്. അച്ഛനും മക്കളും നമ്മളുടെ പിണക്കങ്ങളാണ്, അതൊക്കെ സ്വാഭാവികം. അതിന്റെ മൈൻഡ് പോകണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടാണ്. പിന്നെ ഇന്നലെ ഒന്നും പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനോ കാര്യമൊക്കെ ഒന്നും പറ്റിയില്ല. പുലർച്ചെ 5 പൊന്നു 3 മണിയാകുമ്പോൾ വർക്കിന് പോയിട്ടാ. ഇവിടെ കുണുക്ക് കിടന്നുറങ്ങുന്നുണ്ട്. പോവണ്ട, കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ഡ്രസ്സ് അടിച്ചത് ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ പോയിട്ടൊക്കെ ഇട്ട് നോക്കിയാൽ കുറച്ച് ലൂസും കാര്യങ്ങളൊക്കെ എന്നപ്പെട്ടായിട്ട് പാതിരാത്രി 2 മണിക്കാണ് കേട്ടോ അടിച്ചു കൊടുന്ന് ഇവിടെ വെച്ചിരുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ കാർത്തുപോളിലൂടെ പാലൊക്കെ കൊടുത്തു. ഞാൻ കുഞ്ഞിനോട് പാലൊക്കെ കൊടുത്തു. 5 മണി സമയം കേട്ടോ, അത് ആലോചിക്കണം. ഇവിടെ ഒരാൾ കണ്ണ് തുറന്ന് കിടന്ന് കഴിച്ചിട്ടുണ്ട്. കാത്തുമ്മയാണത്, അമ്മാമ്മയുടെ കാത്തുമ്മയാണത്. ആരത് കാത്തു അടാത് കാര്യത്തിൻ്റെയാണ്. അവളുടെ കാലിന് എന്തടി കുഴപ്പം? അവളുടെ കാലിന് എന്തടി കുഴപ്പം? നടക്കുന്നില്ല, ചുഞ്ചിരി കാലാണ്, കുഞ്ഞുമണി കാലാണ് അമ്മാമ്മയുടെ കുട്ടി. ഒങ്ങിക്കോ ഒങ്ങിക്കോ, അമ്മാമ്മയ്ക്ക് ഇതിനൊക്കെ പൊളിച്ചുന്ന കുറേ കാര്യങ്ങളുണ്ട്. ബായ്. എനിക്ക് ടെക്സ്റ്റോ ഞാൻ ഏതിലുണ്ട്? എന്നിട്ടാ കൂർക്കളിക്കരുതട്ടാ, കൂർക്കളിക്കരുതട്ടാ. സത്യമാണ്, നല്ല ഉറക്ക ക്ഷീണമുണ്ട് കേട്ടോ. നല്ല ഉറക്ക ക്ഷീണം വെച്ചാൽ നല്ല ഉറക്ക ക്ഷീണമുണ്ട്. ഉറങ്ങാൻ പറ്റില്ലല്ലോ, എന്താ ചെയ്യുക. നമുക്ക് എന്നും ഉറങ്ങുമ്പോൾ പാതിരാത്രിക്ക് ഉറങ്ങുന്നു, അതുകൊണ്ട് ഇങ്ങനെ ഉറക്കണം. അപ്പോൾ അത് നമ്മൾ ഓരോരുത്തർ ഡ്രസ്സായിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കുണുക്കൻ്റെ ജുബാട്ടാ, കുർത്ത. ഇതിന് എത്ര 745 രൂപയായിട്ട് ഇതിന് റേറ്റ് ചെയ്യുന്നത്. അവർ സത്യം പറഞ്ഞാൽ അച്ഛനും മോനും ഡ്രസ്സ് എടുത്തിട്ട് അടിക്കാൻ കൊടുത്തു, അടിച്ച് ചെയ്തു. അത് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ, വേണ്ട കേട്ടോ, അത് പൊള്ളച്ചെടുക്കുന്ന തുണി നമുക്ക് വേണ്ട, നമുക്ക് വേറെ നോക്കാം. അല്ലാണ്ട് ഇത് വില കുറവാണ്, 115 രൂപയുള്ള മീറ്റർ, അത് മതി. നമ്മൾ ഒരു പ്രാവശ്യമായിട്ട് പിന്നെ അത് അങ്ങനെ ഇടണമെന്നില്ലല്ലോ, ഫംഗ്ഷനാണ്, അത് മതി. വേണ്ട, ഇത് പൊള്ളച്ചെടുക്കുന്ന നമുക്ക് വേറെ നോക്കാമെന്ന് ഒരു പൊടിക്ക് സമ്മതിച്ചില്ല. അവിടെ നിന്ന് എടുത്തു, അടിച്ചു, കിട്ടും പറയുന്നത് പൊള്ളച്ചെടുക്കുക. എത്ര മണിക്കാണ്? ഇന്നലെ രാത്രി 8 മണിക്കാണ് നമ്മൾ മെഷീൻ അടിക്കുന്നത്. അവിടെ പോയി ഇട്ട് നോക്കിയപ്പോൾ പൊള്ളച്ചെടുക്കുക. എനിക്ക് എന്ത് പറ്റി ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ കുന്നോളത്തേക്ക് പോയത് വീട്ടിലിരുന്ന പോലത്തെ കുറുകിന് സ്കൂളിനൊക്കെ പറഞ്ഞ സാധാ ഒരു കോട്ടൺ ചുരിദാറാട്ടാ. മുടിയിൽ ഇതുപോലെ അമ്മക്കിട്ട് ഇട്ടേച്ചിട്ട് പ്രത്യേകിച്ച് വേറെ എവിടേക്കും പോവാനില്ല. ആ പോക്ക് നേരെ കല്യാണ സിൽക്സിലേക്ക് പോയി. ആ കോലത്തിൽ ഡ്രസ്സ് മാറാനൊക്കെ ഷോപ്പ് അടയ്ക്കും. പിന്നെ ഇന്ന് രാവിലെ പോയി കഴിഞ്ഞാൽ പ്രാക്ടിക്കലല്ല. ആ രൂപത്തിൽ പോയി. ഇന്നലെ രാത്രി അച്ഛനും മോനും വേറെ ഡ്രസ്സ് എടുത്തു. അപ്പം കൊടുക്കാനും നമ്മൾ പിന്നെ കുറേ ഇങ്ങനെ വർക്കുകളൊന്നും കാരണം എടുത്തപ്പോൾ പൊന്നു എന്നിട്ട് കൂർക്കളിക്കല്ല കേട്ടോ, ഭയങ്കര കൂർക്കോലി. അതിനായിട്ട് കുണുക്കനെ പൊന്നിൻ്റെ സീമന്തത്തിനും പിന്നെ എന്തൊരു വേറെ ഫംഗ്ഷൻ ഇട്ടാൽ കുർത്തൊക്കെ ഉണ്ടല്ലോ, അവിടെ എനിക്ക് ഇട്ടുകൊടുത്ത് ഞാൻ അപ്പറേക്ക് കുത്തുണ്ട്. അതിന് ശേഷം ഞാൻ അവൻ അങ്ങനത്തെ പടപടപ്പുള്ളത് എടുക്കാണ്ടായിട്ട്. ഇത് നല്ല കോട്ടനാണ്. അപ്പോൾ കാർത്തൂൻ്റെ പരിപാടിയുടെ വൈറ്റ് കോട്ടൺ ആയിരുന്നു. അതാണ് സുഖമായിട്ട് ഇടാം, അവന് ഇഷ്ടം ഇടാൻ.
ബാക്കിയൊന്നും അവ ഇടില്ല. അപ്പം ഞാൻ വീണ്ടും ഒരു എന്താ പറയുക ഒരു പീച്ച് കുണുക്ക് മാത്രം ഒന്ന് ജസ്റ്റ് നിറം മാറിയിട്ടുണ്ട്. ഞങ്ങൾ നിറം മാറ്റി പിടിച്ചാൽ കുഴപ്പമില്ല. പീച്ച് ഒരു പീച്ച് കളർ കൊടുത്തത് അത് നല്ല രസമുണ്ട്. ഒരു പീച്ചും വയലറ്റും കൂടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ വൈറ്റ് പാൻറ്റ് വരുന്നുണ്ട്. പാൻറ്റാണോ അല്ല അങ്ങോട്ടോടും ഉണ്ടാന്ന് പറയുന്നുണ്ട്. അവന് ഓരോട് നടക്കാൻ സുഖം പാൻറ്റാട്ടോ. ഞാൻ എന്ത് ഇതൊന്നും അറിയില്ല. അതേപോലെ അന്വേഷണ കേട്ടോ ഇതൊരു ഗോൾഡൻ കളറാട്ടോ. ഞാനൊരു ഓഫ് വൈറ്റാണ് എടുത്തത്. അപ്പം എന്നിട്ട് ഓഫ് വൈറ്റിനേക്കത് ഇട്ടപ്പോൾ ഇഷ്ടമായത് ഇതാട്ടോ. ഇതിനധികം റേറ്റ് ഇല്ല കേട്ടോ. 999 1000 രൂപ കേട്ടോ. കുഴപ്പമില്ല. നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ 1-2 പ്രാവശ്യം ഇട്ടാൽ പിന്നെ അതിനായിട്ട് ഹാഫ് കൈ ഇടുക. അതിനൊന്നും ഫുൾ കൈ അതിനധികം ഇഷ്ടമില്ല. അതൊന്നും അധികം യൂസ് ചെയ്യില്ല. അതാണ് പ്രശ്നം. ഇതൊന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. പിന്നെ നല്ല ഇവിടുത്തെ കല്യാണം എടുത്ത് ഒക്കെ ഡ്രസ്സ് കല്യാണം ഒന്നല്ല കേട്ടോ. അവിടെ നിന്ന് മുന്നൊക്കെയായിട്ട് നല്ല എടുത്തിട്ടുണ്ട്. കുണക്കിന് അങ്ങനെ ഒരു കസവുമുണ്ട് കേട്ടോ. ഒട്ടിക്കണ മുണ്ട് എടുത്തിട്ടുണ്ട്. അതാണ് ഇനി ഇന്നലെ പൊന്നു ഞാൻ നല്ല ഡ്രസ്സിങ്ങിലല്ലാതെ തന്നെ പൊന്നിനോട് വന്നു. പൊന്നു പോകുമ്പോൾ 7:45 അതിൻ്റെ 7:30 അതിൻ്റെ പൊന്നു പോകുമ്പോൾ ഒരു മുണ്ട് മേടിച്ചിട്ട് ആയിരുന്നു. അങ്ങനെ മുണ്ട് മേടിച്ച് വന്നു. മുണ്ട് മേടിച്ച് ഞങ്ങൾ മിഷൻ അടിക്കുന്നതിൻ്റെ അവിടേക്ക് 5 മിനിറ്റേ ഉള്ളൂ കല്യാണം ഈ മുട്ടിക്കിലേക്ക്. അപ്പോൾ അവിടെ വന്നു വെച്ച് നല്ല കൂർക്കോലിയാണല്ലോ. അടുത്ത ട്രോളിനുള്ളതാണോ? മതി ഉറങ്ങിയത്. രാത്രിയല്ല ഉറങ്ങിയല്ലോ. നിങ്ങൾ ഉറങ്ങണെന്തിനാ? അയ്യടാ അത് നിങ്ങളുടെ ജോബിൻ്റെ അന്നുണ്ട്. ആ ഇപ്പൊ സെറ്റപ്പ് ബട്ടൺസ് ഒക്കെ പിടിപ്പിച്ച് നോക്കുന്ന കുഴപ്പമില്ല. അപ്പോൾ അതെ ഇതാണ് കേട്ടോ. അതിനായിരുന്നു കുണുക്കല് നമ്മൾ എടുത്തടിച്ച ഒരു കുർത്ത അത് ഹാഫ് കുർത്തായിട്ട് അവർക്ക് അതിങ്ങനെ ഒരുപാട് ഇറക്കളതൊന്നും ഇഷ്ടമില്ല കേട്ടത്. ഇത് അതിനായിട്ട് കേട്ടോ. ഇത് തന്നെയുണ്ട്. ഇനി നിവർത്തനില്ല. ചിലപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യേണ്ടവരില്ല അതിനായിട്ട്. അപ്പോൾ അതവിടെ അങ്ങനെ ഇരുന്നോട്ടെ. പിന്നെ ഇതാരുടെയാ? ഇത് നമ്മുടെ കുണിക്കുമ്പോളുടെ ഡ്രസ്സാണ് കേട്ടോ. ഒരു റെഡ് ചില്ലി റെഡ് കളറ് പാവാട കേട്ടോ. ഞങ്ങൾ എന്താ പറയുക നിവർത്തി കാണിക്കണ്ടോ എന്ന് വെച്ചാൽ കഴിഞ്ഞതാണ്. ഇത് പിന്നെ നിവർത്താനും നിരമ്പ കാർത്തുമോള കേട്ടോ. എന്താ വെച്ചാൽ അവർ രണ്ടാളും ഒരുപോലെ ഡ്രസ്സ് അടിച്ചെന്നാണ് ഞങ്ങൾക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ കാർത്തൂനും കുണിക്കും ഒരേപോലെ കേട്ടോ അടുപ്പിച്ചിരുന്നത്. അതങ്ങനെ. പിന്നെ ഇത് കുണിക്കുമ്പോഴുള്ള ബ്ലൗസാട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ കൈ ഇത്രയ്ക്കുള്ള ഇറക്കത്തിലൊന്നും അടുപ്പിക്കാറില്ല കേട്ടോ. എന്നാലും ഇട്ടേക്കുമ്പോൾ ഭയങ്കര. പക്ഷെ കഴുത്ത് കുറച്ച് ഒന്ന് കിടസായിപ്പോയി. കഴുത്ത് കുറച്ചും കൂടി വട്ടം കൊടുക്കണ്ടായിരുന്നു. എന്നാലും ഒന്നും കൂടിയും ഭംഗിയില്ല. എന്നാലും കുഴപ്പമില്ല വേണ്ട. അങ്ങനെ ഇത് കുണിക്കുമ്പോൾ ഇതേപോലെ തന്നെയാണ് കേട്ടോ. സെയിം പോലെ തന്നെയാണ് നമ്മുടെ കാർത്തുമോൾക്ക് വാലുണ്ട്. നമ്മുടെ കാർത്തുമോളിലാണ് കേട്ടോ. വേണ്ട കാർത്തുമോളിൽ പഫ് കൈ വെച്ചത്. പിന്നെ ആരെയാണ്? ഇതാണ് എൻ്റെ സാരിയുടെ ജാക്കറ്റ്. കണ്ട ഞാൻ സത്യമായി 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ റെഡ് യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു 25 വർഷം മുന്നേ എൻ്റെ അച്ഛൻ മരിക്കണതിൻ്റെ ഒക്കെ ഒരു 3-4 മാസം മുന്നേ ഒരു റെഡ് ചുരിദാർ എടുത്ത് അമ്പാ അനേട്ടാ ഇത് കൂർക്കോലി വെച്ചിട്ടാ. 25 വർഷങ്ങൾക്ക് ശേഷം 25 വർഷത്തിന് മുന്നേ എനിക്ക് എൻ്റെ അച്ഛൻ ഒരു ചുരിദാർ എടുത്തതെന്നുണ്ടായിരുന്നു കേട്ടോ. ചില്ലി റെഡ് ചുരിദാർ. അത് സമ്മാന സിനിമയിൽ മഞ്ജു വാര്യരുടെ അങ്ങനെ കണ്ടിട്ട് തന്നെ അച്ഛൻ എടുത്തന്നൊരു ചുരിദാർ കേട്ടോ. ഒരു മരിക്കണേക്കാൾ ഒരു കുറച്ച് നാൾ മുന്നേ ഒരു ചുരിദാറുണ്ടായിരുന്നു. അതിന് ശേഷം ഞാനൊരു റെഡ് അതിനായിട്ട് ഗൾഫിലുള്ളപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു റെഡ് സാരി എടുത്തു കേട്ടോ. അപ്പോൾ അതിനായിട്ട് എന്നോട് ഒന്നേ പറഞ്ഞോളൂ എനിക്ക് അതിന് റെഡ് സാരി ഒന്നും എടുക്കുന്നത് ഇഷ്ടമല്ല. റെഡ് സാരി എടുത്തു കഴിഞ്ഞാൽ അട്രാക്ഷൻ കൂടും, ആൾക്കാർ നോക്കും. അതുകൊണ്ട് ഇനി റെഡ് സാരി ഉടുക്കരുത് തന്നു. അങ്ങനെ 25 വർഷമായിട്ട് റെഡ് ഉപേക്ഷിച്ച ആളായിരുന്നു കേട്ടോ.
അപ്പോൾ ഇങ്ങനെ റെഡ് കണ്ടപ്പോൾ ഞാൻ അവരോട് വേണ്ട റെഡ് വേണ്ട. റെഡ് എടുക്കാൻ പോയപ്പോൾ റെഡല്ല സാരി എടുക്കാൻ പോയപ്പോൾ ഈ റെഡ് കണ്ടപ്പോൾ ഞാൻ റെഡ് വേണ്ട, എനിക്ക് വേറെ കളർ മതിയായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ പറഞ്ഞു മേഡത്തിന് ഞാൻ മഞ്ഞ തരില്ല, മഞ്ഞ ഞാൻ ഇഷ്ടം പോലെ മേഡത്തിന് തന്നു കഴിഞ്ഞു. മേഡത്തിൻ്റെ വീഡിയോസിലും കൂടുതലും മഞ്ഞ സാരി. അപ്പോൾ മേഡം ഞാൻ മഞ്ഞ സാരി എടുക്കണം. മഞ്ഞ അപ്പോൾ ഇതിൻ്റെ സെയിം മഞ്ഞ കേട്ടോ. അപ്പോൾ എൻ്റെ തന്നെ കണ്ണൊക്കെ അയിമിക്കുക. പക്ഷെ അവരൊന്നും മഞ്ഞ വേണ്ട മേഡം, ഇന്നും മഞ്ഞ ഒരു വെറൈറ്റി ആയിട്ട് റെഡ് എടുക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇഷ്ടമില്ലല്ലോ, അപ്പോൾ ഞാൻ വേണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഏട്ടൻ പറഞ്ഞു അത് എടുത്തോ. അപ്പോൾ വെച്ച് നോക്കിയപ്പോൾ എൻ്റെ ഏട്ടൻ പറഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട്, നീ അത് എടുത്തോ. 25 വർഷത്തിന് ശേഷം ഞാൻ പൈസ കിളവിയായി എന്ന് എന്നോട് മനസ്സിലായപ്പോൾ റെഡ് സാരി എടുത്തു തന്നു. അല്ല മനുഷ്യാ ഇരിക്കടാ, കൈ പൊക്കി അടിക്കുന്നത്. അങ്ങനെ ഞാൻ റെഡ്, ഇതാണ് എൻ്റെ റെഡ് ബ്ലൗസ് കേട്ടോ. നല്ല ചില്ലി റെഡാണ്. കുറേ വർഷം എനിക്കിത് എടുക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. എനിക്കത് ഭംഗി ഉണ്ടാവും. റെഡ് ഇപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യാൻ എനിക്കത് ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാൻ മെഷീൻ ഇത് അടിക്കണോടത്തോണ്ട് പോയപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ പറഞ്ഞു ഈ സാരി മാറ്റണം വേണ്ടെന്ന് വെച്ചിട്ടിരിക്കുന്നത്, ജാക്കറ്റ് വെട്ടാൻ. അപ്പോൾ ഇത് മാറ്റണേ, ഞാൻ മാറ്റാൻ സമയത്ത് ഇത് നല്ല ഭംഗിയുണ്ട്, നല്ല സാരിയാണ്. അങ്ങനെ അവരും അവിടുന്ന് ഒരു നല്ല ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച കാര്യം ഓക്കെ എന്ന് പറഞ്ഞത്. ഇതാട്ടോ എൻ്റെ സാരി, ഇതാണ് എൻ്റെ സാരി. ഭംഗി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാല്ലേ. റെഡ് അപ്രാവശ്യം ഞങ്ങളെല്ലാവരും റെഡിലാട്ടോ. ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ റെഡ് ആ ഒരു ഇതിൽ കേട്ടോ. ഇതാണ് നമ്മുടെ കുഞ്ഞിൻ്റെ താവണിയുടെ ബ്ലൗസ് കേട്ടോ. ഇതാണ് കുഞ്ഞിൻ്റെ ബ്ലൗസ് വരുന്നത്. ഇതാണ് ബ്ലൗസ് കുഞ്ഞിൻ്റെ. ആ ഫുള്ള് വള്ളിയല്ലേ, ഫുള്ള് വള്ളിയാണ്. എൻ്റെ വള്ളിയോടെ രണ്ടൊക്കെ ഞാൻ നിർത്തിയിട്ടില്ല. എവിടെ നോക്കിയോ ആ ബാക്കിലും വള്ളിയുണ്ട് അല്ലേ. അങ്ങനെയും വള്ളിയുണ്ട്. ഇതെങ്ങനെയൊക്കെയോ മോഡലിലാണ് അടിച്ചിരുന്നത്. ഇട്ടാലാണ് കറക്റ്റ് അറിയണം കേട്ടോ. ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് മോഡൽ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് ആണ് നമ്മുടെ ഇത് സത്യം പൊന്നൻ്റെ ഡ്രസ്സ്. പൊന്നൻ്റെ ഇതിൽ കാര്യം, പക്ഷേ പൊന്നൻ്റെ നേരില്ല, വർക്കാണ്. അപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതാണ് പൊന്നിൻ്റെ ഒരു സാരി. അപ്പോൾ പൊന്നു ഇത് കാർത്തൂൻ്റെ ചോറ് കൊടുക്കുന്ന വേണ്ടി എടുത്തൊരു സാരി കേട്ടാ. നല്ല സാരി കേട്ടോ, നല്ല സോഫ്റ്റ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കേട്ടാ. ചോറൂണിന് എടുത്ത സാരിയാണ്. പിന്നെ ഇന്നലെ ഇട്ട് വയ്ക്കുമ്പോൾ പൊന്നിന് കൂടുതൽ ഇഷ്ടമായത് ഇതാട്ടോ. കേട്ടാ ഇതാണ്. സാരി നല്ല സാരി കേട്ടോ. പിന്നെ ഞാനത് തന്നെ എടുക്കാന്നുള്ളതിലാന്ന് വെച്ചപ്പോൾ പിന്നെ എന്തിനാകുമ്പോൾ ഇത് എടുക്കുന്നത് നമ്മുടെ വീട്ടിൽ 2 സാരി തന്നെ ഒരുപോലത്തേന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഒന്നുകൂടി എടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ പിന്നോട് ഞാനിതുപോലത്തെ എടുത്താൽ അത് മാറ്റിയിട്ട് എന്ന് പറഞ്ഞു. ഞാൻ ഒരേപോലത്തെ സാരി എടുക്കേണ്ട ഒരു വീട്ടിൽ തന്നെ 2 സാരി നമുക്ക് മാറി കൊടുക്കാമെന്ന്. അങ്ങനെ പൊന്നു ഈ സാരി എടുത്തു കേട്ടോ. പിന്നെ ഇതും പൊന്നിൻ്റെ സാരി തന്നെ കേട്ടോ. പൊന്നു അത് കാർത്തൂൻ്റെ ചോറൂണിന് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു പൊന്നു ഇന്നത്തെ ഫംഗ്ഷന് വേണ്ടി എടുത്തത്. അപ്പോൾ പൊന്നിന് ഇട്ടപ്പോൾ കൂടുതൽ ഇഷ്ടമായതാണ്. പക്ഷെ ഇതിന് എന്താ വെച്ചാൽ കൈമ കസവ് ഒന്നുമില്ല, പ്ലെയിൻ ആയതുകൊണ്ട് പൊന്നിനത് പഫ് കൈ കൊടുത്തത്. പക്ഷെ അവർ മറന്നിട്ട് ഇങ്ങനെ അടിച്ചു. അപ്പോൾ പിന്നെ പൊന്നു പറഞ്ഞു ഇത് ചോറൂണിന് ഇടാമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് എടുത്തപ്പോൾ നല്ല ഭംഗിയായിരുന്നു പൊന്നിന്. ഈ കളറ് നല്ല ഭംഗിയുള്ളൊരു റെഡല്ല, വേറൊരു കളർ കേട്ടോ. നല്ല രസമുള്ളൊരു കളർ ഇത്. ഇത് പൊന്നൂൻ്റെയാണ്. കുഞ്ഞിൻ്റെ ഫുള്ള് കാട്ടി നിൽക്കില്ല. ഇതാണ് കേട്ടോ കുഞ്ഞിൻ്റെ റെഡും വൈറ്റും ഇതാവണേ കേട്ടോ കുഞ്ഞെടുക്കുന്നത്. കണ്ട എന്നും പട്ടിൻ്റെ അങ്ങനെ ഒരു ഇതല്ല, ഇതൊരു വെറൈറ്റി കേട്ടോ. കണ്ട ഇതിൻ്റെ കണ്ട വൈറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറ് ഇതാട്ടോ. വൈറ്റും റെഡും കൂടി ഇട്ടത്. ഇതൊക്കെ ഇട്ട് വന്നിട്ട് എന്താവും എന്തോന്നും അറിയില്ല. ഇതാണ് അതിൻ്റെ ഷാള് വരുന്നത് കേട്ടോ. കുഞ്ഞിൻ്റെ ഷാള് വരുന്നത് ഈ ഒരു ചിരി റെഡ് കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങളെല്ലാവരും റെഡാണ് കളർ പിടിച്ചിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ജൂൺ കഴിഞ്ഞ ജൂലൈയിലാണ് കല്യാണം വരുന്നത്. എളുപ്പമല്ല കേട്ടോ ഡ്രസ്സ് എടുക്കേണ്ട ഒരു കേസ് എന്നാണ് അത്യാവശ്യം. എന്നാലും ചിലർ ഡ്രസ്സ് എടുക്കുന്ന കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ സത്യം പറയാം
പലരും എടുക്കുന്ന ഒരു സാരിയുടെ കാശ് പോലും ഞങ്ങൾക്ക് എല്ലാവരും കൂടി ആവണില്ല കേട്ടോ. അങ്ങനെ ഒരു സമാധാനമുണ്ട്. ചിലരൊക്കെ എടുക്കുന്നത് 10,000 രൂപയുടെ ഡ്രസ്സ്, ഒറ്റ സാരിക്ക് 10,000 രൂപ, അങ്ങനെ 15,000 12,000 അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ സാരിയുടെ വില ഞങ്ങൾക്ക് എത്ര ആൾക്ക് 8 ആൾ കൂടി എടുക്കുമ്പോൾ ആവില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു അടിക്കൂലി കുഴപ്പമില്ലാത്ത എനിക്ക് വരും. അതായത് നമുക്ക് ഡ്രസ്സ് എടുക്കാനല്ല ബുദ്ധിമുട്ട്, ഇതിൻ്റെ ഒരു അടിക്കൂലി ഉണ്ടല്ലോ, അത് ഭയങ്കര എല്ലായിടത്തും ഭയങ്കര ചാർജാണ്. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് അടിച്ച് കിട്ടണം, നമുക്ക് ഭംഗി വേണം. അപ്പോൾ നമ്മൾ ഹലോ നമുക്ക് അടിച്ചപ്പോൾ നമുക്ക് എവിടെ പോകുമ്പോൾ കിട്ടുമ്പോൾ ഭംഗി വേണ്ടേ. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഇത്രയും രൂപ കൊടുത്തിട്ട്. എനിക്ക് പല അനുഭവം എന്ന് വെച്ചാൽ ഒരു സാരി എടുത്തിട്ട് നല്ല 2,000 രൂപയുടെ സാരി അന്ന് ഞാൻ 2,000 നമുക്ക് ഭയങ്കര ലേറ്റാണ്. 2,000-2,500 രൂപയുടെ സാരി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതടിച്ച് അതിൻ്റെ ജാക്കറ്റൊക്കെ ഇടയ്ക്ക് വയ്ക്കും. അങ്ങനെ പല അനുഭവങ്ങളും എനിക്കുണ്ടായതിന് ശേഷം എനിക്ക് പേടിയാണ്. സ്ഥിരം എനിക്ക് രമേച്ചിയാണ്ട് ചേച്ചി അടിച്ചിരുന്നുണ്ട്. ആ ചേച്ചി അടിക്കുമ്പോൾ പക്കയായിരുന്നു, നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല കൊണ്ടുപോകാൻ. ആ ചേച്ചിക്ക് അളവ് എടുക്കേണ്ട കാര്യം അളവ് കാണാൻ പാടാം, അങ്ങനെയായിരുന്നു കേട്ടോ. അളവ് കൊടുക്കേണ്ട ആവശ്യമില്ല, അളവ് എടുക്കേണ്ട ആവശ്യമില്ല, അറിയാം. മുപ്പർക്ക് മോഡൽ പറഞ്ഞു കൊടുത്താൽ മതി, ഇങ്ങനെ വേണം കേട്ടോ. രമേച്ചി എന്ന് പറഞ്ഞാൽ മുപ്പര് കറക്റ്റായിരുന്നു. പക്ഷേ നമുക്ക് രമേച്ചി ഇങ്ങനെ വയ്യാണ്ടായതോട് കൂടി തണ്ടലുവേനും കാര്യങ്ങളൊക്കെ മെഷീനടി നിർത്തിയതോട് കൂടിയിട്ട് ഞങ്ങൾ പെട്ടു. പിന്നെ അടിച്ചിട്ട് കുറേ ഡ്രസ്സുകൾ നമ്മുടെ വേസ്റ്റ് ഞാൻ കൊണ്ട് കത്തിച്ച് കളഞ്ഞിട്ട് വിഷമം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. നമുക്കത് കാണുമ്പോൾ ഇത്രയും രൂപ കൊടുത്തിട്ട് അത് തന്നെ കാണുമ്പോൾ ഇടാൻ പറ്റണം നമുക്ക് വിഷമം കൊണ്ട് ഞാൻ കൊണ്ട് കളഞ്ഞിട്ട് കത്തിച്ച് കളഞ്ഞിട്ട് ആരും കൊടുത്തിട്ടും കാര്യം ആർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ നശിപ്പിച്ചതുണ്ട് പല സ്ഥലങ്ങളിലും കേട്ടോ. അതിൻ്റെ ശേഷം എനിക്ക് പേടിയാണ്. അതുകൊണ്ട് നമുക്ക് കൊടുക്കുമ്പോൾ നമുക്കൊരു ഉറപ്പുള്ള സ്ഥലത്ത് പറഞ്ഞു. ഞാൻ ആദ്യം ബ്ലൗസ് കൊടുത്തു നോക്കി, ഓക്കെ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് കൊണ്ട് കൊടുക്കാൻ തുടങ്ങി കേട്ടോ. എന്നാൽ കാശ് പോയാലും നമുക്കത് പിന്നെയും യൂസ് ചെയ്യേണ്ട, അത്രയും നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡ്രസ്സ് ഷെബിൻ്റെ ഡ്രസ്സ് അവിടെ ഇരിക്കുന്നത്. ഷെബിന് ഒരു ഓഫ് വൈറ്റ് ഷർട്ടും കസവും കൊണ്ടാട്ടോ ഷെബി കൊടുക്കുന്നത്. ഞാൻ എടുത്തോണ്ട് അലമാരിൽ ഇരിക്കുന്നുണ്ട്. അവർ പോകുമ്പോൾ കൊണ്ടുപോയി ഇവിടെ വെച്ചിട്ട് പോയെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പോവാന്ന് അവർക്ക് അറിയായിരുന്നല്ലോ. അല്ലാണ്ട് എല്ലാവരും പറഞ്ഞിട്ട് തല്ലുണ്ടാക്കി പോകണമെങ്കിൽ അതൊക്കെ എടുത്തുകൊണ്ട് പോകണ്ടേ, ഇതിനിടാനുള്ളത് ഇവിടെ വെച്ചിട്ട് അവർ പോയത് തന്നെ. പലർക്കും പലതും പറയാം. പിന്നെ അമ്മയും മക്കളും പിഴക്കില്ലാണ്ടിരിക്കൊന്നും ജീവിതകാലം മുഴുവൻ ഞാൻ പറയണില്ല കേട്ടോ. എപ്പോൾ വേണമെങ്കിൽ പിണങ്ങാം, എപ്പോൾ വേണമെങ്കിൽ ഇണങ്ങാം, അതൊക്കെ കുടുംബത്തിൽ നടക്കുന്ന സ്വാഭാവികം. വീണ്ടും പറഞ്ഞത് വേറെ ഒന്നുമില്ല. ആൾക്കാർ ഈ ചൊറിഞ്ഞ കമൻറ്റും ചൊറിഞ്ഞ ഡയലോഗും പിന്നെ ചിലവരുടെ സന്തോഷമായിട്ടുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ പറയാൻ തോന്നിയതാണ്. എല്ലാവരും വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആക്കി വയ്ക്കട്ടെ കേട്ടോ. എല്ലാവരും ജനിച്ചതിന് ശേഷം അതിനായിട്ട് ഇതില്ലല്ലോ. ഇത് ഞാൻ അലമാരി കേൾക്കട്ടെ. ഇത് വേണ്ടെന്നോ? അത് നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, നമുക്ക് പിന്നെ ഒരു ദിവസം സമാധാനം വരെ ഇട്ട് നോക്കിട്ടേ ഉണക്കുമ്പോൾ പാൻ്റെ കഴിക്കുമ്പോണ്ടോ? ആ പാൻ്റാണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് അവിടെ കിടക്കാം അല്ലേ. മുണ്ട് കൊടുത്ത് കഴിഞ്ഞാൽ ട്രഡീഷണൽ ആവാം.